വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ അളന്ന് മാറ്റി വെക്കാം. മെഷറിംഗ് കപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന് താഴെ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ക്യാരറ്റിലെ ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഒരുപാട് ബാറ്റർ ലൂസ് ആവുകയും കേക്ക് വെന്ത് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുകയും ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞ് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇടിയപ്പ സേവനാഴിയിൽ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു 1/4 ഭാഗം ജ്യൂസ് മാത്രമേ പിഴിഞ്ഞെടുക്കാവൂ. ഒരുപാട് പ്രസ് ചെയ്ത് മുഴുവൻ ജ്യൂസും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ജ്യൂസ് നമ്മൾ കളയത്തില്ല. ലാസ്റ്റിൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 3 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം ജാതിപത്രി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജാതിപത്രി കയ്യിലില്ലാത്തവർ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ നട്ട്മെഗ് പൗഡർ, അതായത് ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. 2 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള റിച്ച് പ്ലം കേക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബാറ്ററാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴും ഇത് ഒരു അല്പം ഡ്രൈ ആയിട്ടുള്ള ബാറ്ററാണ്. അതുകൊണ്ട് നമ്മൾ മുൻപ് എടുത്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ് ജ്യൂസ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തപ്പം ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ട് മാറാം. ഇപ്പം മുട്ടയുടെ വലിപ്പം അല്പം വലുതാണെങ്കിൽ നമുക്ക് ഈ ഒരു 2 ടേബിൾ സ്പൂണിന് പകരം ചിലപ്പോൾ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. അഥവാ ക്യാരറ്റ് ജ്യൂസ് ഇല്ല ചേർത്ത് കൊടുക്കാനെങ്കിൽ ഇതിന് പകരം തിളപ്പിച്ചാറിച്ച പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരുന്ന ഗ്രേറ്റഡ് ക്യാരറ്റ് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കേക്ക് ട്രേയിലോട്ട് മാറ്റാം. കേക്ക് ട്രേ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഓയിൽ ചെയ്ത് ബേക്കിംഗ് പേപ്പർ വെച്ച് മാറ്റി വെക്കണം. നമുക്കതിലേക്ക് നമ്മുടെ ബാറ്റർ മാറ്റി കൊടുക്കാം. ഞാനിവിടെ കടായിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റ് എടുത്തു ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി 30 to 40 മിനിറ്റ്സിൽ ബേക്ക് ചെയ്ത് കിട്ടും. മുകളിൽ കാഷ്യൂ ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേക്ക് 45 മിനിറ്റ്സിന് ശേഷം ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്, വളരെ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് കറക്റ്റായിട്ട് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ച് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബേക്ക് ആവാനുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ സോഫ്റ്റും മോയിസ്റ്റുമായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്